നമസ്കാരം. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ ആവേശം മൊത്തം മുസ്ലിം ലീഗിനാണ്. തുടക്കത്തിൽ തന്നെ ചുമരെഴുതി പാർട്ടിയുടെയോ സ്ഥാനാർത്ഥിയുടെയോ പേരൊഴിച്ചിട്ടിട്ട് അവർ പ്രചരണത്തിന് തുടക്കമിട്ട്. പക്ഷേ സ്ഥാനാർത്ഥി ആരാണെന്ന് UDF ഇതുവരെ തീരുമാനിക്കാൻ സാധിച്ചില്ല. എല്ലാം ചുമരിലെഴുതി മുസ്ലിം ലീഗ് അടക്കം കാത്തിരിക്കുകയാണ് ആരാകും UDF സ്ഥാനാർത്ഥിയെന്ന്. ഇനി അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആര്യടൻ ഷൗക്കത്തിൻ്റെയൊക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് PV അൻവറിനെ UDFിലേക്ക് എടുക്കാൻ, PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിന് UDFിലേക്ക് എടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് അല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ്. തദ്ദേശീയമായ ഇത്തരം വിരോധങ്ങളൊന്നും ദേശീയ തലത്തിലെ സഖ്യത്തിന് തടസ്സമല്ല എന്നാണ് ഹൈക്കമാൻഡിന് നിലപാട്. അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അൻവറിൻ്റെ തൃണമൂലിനെ എടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നിലമ്പൂർ സീറ്റിന് വേണ്ടി DCCയുടെ VS ജോയിയും ആര്യടൻ ഷൗക്കത്തും പിടിമുറുക്കിയത്. ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇതുതന്നെയാണ് PV അൻവർ ഇടതുപക്ഷത്തിരുന്ന് നീക്കിയ തന്ത്രമെന്ന് ഇപ്പോഴെങ്കിലും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി തുടങ്ങി കാണും. കാരണം അൻവർ വരച്ച വരയിലൂടെയാണ് ഇപ്പോഴും കേരളത്തിലെ UDFും കോൺഗ്രസും നിലമ്പൂർ സ്ഥാനാർത്ഥി വിഷയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അൻവറിൻ്റെ ബദ്ധശത്രുവാണ് ആര്യടൻ ഷൗക്കത്തും. മുൻ മന്ത്രി അന്തരിച്ച ആര്യടൻ മുഹമ്മദും, ഷൗക്കത്തിൻ്റെ അച്ഛൻ ആര്യടൻ മുഹമ്മദും അൻവറിൻ്റെ കടുത്ത ശത്രുവായിരുന്നു. മുസ്ലിം ലീഗിനും ആര്യടൻ മുഹമ്മദ് കടുത്ത ശത്രുവാണ്. അൻവറിൻ്റെയും കടുത്ത ശത്രുവാണ് ആര്യടൻ ഷൗക്കത്ത് എന്നത് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നിലമ്പൂരിൽ ഇത്തവണ മത്സരിക്കാനിരുന്ന ആര്യടൻ ഷൗക്കത്തിനെ വരെ വെട്ടിയാണ് PV അൻവർ ഇടതുപക്ഷത്ത് നിന്നും സ്ഥാനമൊഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പ്രഖ്യാപിച്ച ആ സമയത്ത് പ്രഖ്യാപിച്ചത് DCCയുടെ മലപ്പുറം സെക്രട്ടറി VS ജോയിയാകും ഇനി അങ്ങോട്ടുള്ള UDFിൻ്റെ സ്ഥാനാർത്ഥിയെന്നും താൻ പ്രതീക്ഷിക്കുന്നത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ്. അങ്ങനെയാണ് ആര്യടൻ ഷൗക്കത്തിനിട്ട് PV അൻവർ UDFിലേക്ക് വന്ന ആ സമയത്ത്, അല്ലെങ്കിൽ UDFിലേക്ക് വരാൻ ആഗ്രഹിച്ച് LDFിൽ നിന്നും ഇറങ്ങിയ സമയത്ത് കൊടുത്തൊരു പണി. അൻവർ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വാർത്തയാക്കിയത് VS ജോയിയുടെ പേരാണെങ്കിലും അത് ഏറ്റത് ചെന്ന് കൊണ്ടത് ആര്യടൻ ഷൗക്കത്തിന് തന്നെയാണ്. ജോയിക്ക് വേണ്ടി മണ്ഡലത്തിലെ മുൻ MLA PV അൻവർ ചടുവലിക്കുമ്പോൾ ഒരു തരത്തിലും സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹത്തിന് പിന്മാറാൻ പറ്റില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിന്. ഇതോടെ ഇരുവരെയും ഒഴിവാക്കി മൂന്നാമതൊരാളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. ആരാകുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ഒന്നുകിൽ അത് K മുരളീധരനാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവാക്കാം. പക്ഷേ അത് PV അൻവർ ആണോ എന്നതാണ് കോൺഗ്രസ്സുകാർ തമ്മിൽ ചോദിക്കുന്നൊരു പ്രസക്തമായ ചോദ്യം. കാരണം നിലമ്പൂരിൻ്റെ MLA UDFിൽ നിന്നായാലും അടുത്ത തവണ അത് LDFിൽ നിന്നായാലും അത് താൻ തന്നെയാകണമെന്ന് PV അൻവറിനൊരു കടുത്ത നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ K സുധാകരനും BD സതീശനും രൂക്ഷമായി എതിർത്തിട്ടും PV അൻവറിൻ്റെ UDF പ്രവേശനത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പച്ചക്കൊടി കിട്ടിയത്. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ മുന്നിലെടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലെന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ കേരളത്തിലെ KPCC അറിയിച്ചിരിക്കുന്നത്. ബംഗാളിൽ തൃണമൂലിനെതിരെ അരിയും തലയും മുറുക്കി കോൺഗ്രസ് രംഗത്തുള്ളപ്പോഴാണ് കേരളത്തിലെ ഈ നിലപാട് മാറ്റം കൂടി ഓർക്കണം. അപ്പോഴത് ഈ മറിച്ച തീരുമാനം PV അൻവറിന് വേണ്ടി അൻവർ ചെന്ന് കയറിയ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി എടുത്തതാണെന്ന് വളരെ വ്യക്തം, പകൽ പോലെ വ്യക്തം. പ്രാദേശിക സഖ്യങ്ങൾക്ക് ദേശീയ നിലപാട് ബാധകമല്ല എന്നതാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട്. പക്ഷേ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ കടുത്ത അടിയാണ്. മതേതര പാർട്ടികളെ ചേർത്ത് നിർത്തുന്നതിൽ കേരളത്തിൽ തെറ്റില്ലെന്നാണ് ഹൈക്കമാൻഡ് പറയുന്ന മറ്റൊരു നിലപാട്. എന്തായാലും നിലമ്പൂരിലെ അടി തീർക്കാൻ അൻവർ വരാതിരിക്കാനായിട്ട് സാക്ഷാൽ K മുരളീധരനെയോ KPCC സംസ്ഥാന സെക്രട്ടറിയും മുൻ മലപ്പുറം DCC ജനറൽ സെക്രട്ടറിയുമായ നൗഷാദ് അലിയോ എത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ കേൾക്കുന്നത്. അതിന് പക്ഷേ അൻവറിൻ്റെ കൂടി അനുവാദം വേണം. അൻവർ അതിന് സമ്മതിക്കുമോ എന്നതാണ് ഏറ്റവും അവസാനത്തെ ചോദ്യം. പക്ഷേ എന്തായാലും അൻവറിൻ്റെ മനസ്സിൽ മൂന്നാമതും നിലമ്പൂരിൻ്റെ MLA ആകണമെന്നൊരാഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ എന്തൊക്കെ തീരുമാനമെടുത്താലും അതിന് അൻവർ അനുവദിക്കില്ല എന്ന് ഉറപ്പാണ്. MLA സ്ഥാനം രാജിവെച്ച വേളയിൽ അതുകൊണ്ട് തന്നെയാണ് VS ജോയിയുടെ പേര് PV അൻവർ മുന്നോട്ട് വെച്ചത്. VS ജോയി അല്ലാതെ മറ്റൊരാളെ മത്സരിപ്പിച്ചാൽ UDFിന് ഇത്തവണ നിലമ്പൂർ മണ്ഡലത്തിൽ കനത്ത പരാജയം നേടേണ്ടി വരുമെന്ന സൂചനയും PV അൻവർ തുടക്കത്തിൽ തന്നു. അപ്പോൾ തന്നെ അൻവറിൻ്റെ കടുത്ത ശത്രുവായിരുന്ന ആര്യടൻ ഷൗക്കത്ത് അടക്കം പോയി PV അൻവറിനെ കണ്ട് ചർച്ച നടത്തി. പക്ഷേ അൻവർ വഴങ്ങുന്ന മട്ടില്ല. VS ജോയി തന്നെയാകാൻ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ താൻ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാമെന്നാണ് ഇപ്പോൾ അൻവർ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കുന്നുണ്ട്, പക്ഷേ കോൺഗ്രസിലെയും ലീഗിലെയും പലർക്കും താല്പര്യമില്ല. മാത്രമല്ല ആര്യടൻ ഷൗക്കത്തിനേക്കാൾ VS ജോയിക്ക് അനുകൂലമായ തരംഗമാണ് മണ്ഡലത്തിലുള്ളതെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. സമസ്ത AP വിഭാഗം നേതാക്കളുമായി അടുത്ത ബന്ധമാണ് ജോയിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനും
സമസ്തയ്ക്കുമെന്നും ജോയ് അന്യനല്ല. പക്ഷേ UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇപ്പോൾ PV അൻവർ അനാവശ്യമായി അല്ലെങ്കിൽ പ്രത്യേക അധികാരങ്ങൾ ഇടപെടുന്നു എന്നതാണ് ഇപ്പോൾ മലപ്പുറം മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിക്കുന്നത്. വീണ് കിട്ടിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന ആ ഒരു അവസരം കളഞ്ഞു കുളിക്കുന്ന നിർബന്ധം UDFിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ UDF നടത്തുന്നത്, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം നടത്തുന്നത്. അൻവറെങ്കിൽ അൻവർ, കെ മുരളീധരനെങ്കിൽ മുരളീധരൻ, അല്ല മറ്റാരെങ്കിലും പറഞ്ഞെങ്കിൽ അങ്ങനെ. അതാണിപ്പോൾ UDFിൻ്റെയും KPCCയുടെയും യാതൊരു നിലപാട് പോകുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏത് ജയസാധ്യതയും കൈവിടാൻ ഇനി പറ്റില്ലെന്ന നിലപാടാണ് UDFിന്. അതിന് അൻവർ അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. KP നൗഷാദ് അലിയുടെ പേര് പരിഗണിക്കുമ്പോൾ VS ജോയിക്ക് പകരമാകും KP നൗഷാദ് അലി എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. VS ജോയിയെ പോലെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ഏറെ സ്വീകാര്യതയുള്ള നേതാവ് തന്നെയാണ് നൗഷാദ് അലി. സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് തൃശ്ശൂരിൽ ലോക്സഭയിലേക്ക് പറയപ്പെട്ട കെ മുരളീധരൻ്റെ പേര് വീണ്ടും നിലമ്പൂരിൽ പരിഗണിക്കുന്നത്. എന്തായാലും PV അൻവറിൻ്റെ നിലപാട് ഇത്തവണയും വളരെ നിർണായകമാണ് UDFിനുള്ളിൽ. പ്രത്യേകിച്ച് PV അൻവറുള്ള തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ UDFിലേക്ക് പ്രവേശനം നേടാമെന്ന തരത്തിൽ ഹൈക്കമാൻഡ് കൂടി പച്ചക്കൊടി കാട്ടിയതോടെ ഇനി കാര്യങ്ങൾ ഒരു 80% PV അൻവർ തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും ആരാകും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി എന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.